നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ലത് ചെയ്താൽ മാത്രം പോരാ, അത് അറിയിക്കുകയും വേണം എന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞതിൽ ഓരോ അഖാഡകളും അല്ലെങ്കിൽ ഓരോ സന്യാസി 300 കുട്ടികളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ 1000 പേർക്ക് ആഹാരം കൊടുത്തു. ഇങ്ങനെ നടക്കുന്ന സാമൂഹിക സേവാ പ്രവർത്തനങ്ങൾ ഒന്നും ആരും അറിയാത്തത് കൊണ്ട് ഹിന്ദു സമാജം സേവ ചെയ്യുന്നില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ചെയ്യുന്നതൊക്കെ മറ്റ് സമുദായക്കാരാണ്. അതുകൊണ്ടാണ് ആളുകൾ മതം മാറി പോകുന്നത്. ഹിന്ദുക്കൾക്ക് ആശ്രമവും അമ്പലവും ഉണ്ടെങ്കിലും സേവ എന്ന് പറയുന്ന സങ്കല്പം ഇല്ല എന്നൊരു ധാരണ ഹിന്ദുക്കൾക്കിടയിൽ പോലും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അതിലേറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണ് കുഷ്ഠരോഗികളുടെ ശുശ്രൂഷ. ലോകത്ത് ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളെ ചികിത്സിച്ചതിനും അവരെ സുഖപ്പെടുത്തിയതിനുമുള്ള വേൾഡ് റെക്കോർഡ് കാശിയിലെ കുഷ്ഠാശ്രമത്തിനാണ്. ഒരു ഹിന്ദു ആശ്രമത്തിനാണ്. മദർ തെരേസയ്ക്കാണ് പക്ഷേ ക്രെഡിറ്റ് പോയത്. ഈ തെരേസ ഇവിടെ ചെയ്ത കാര്യം, അത് ഒരുപാട് പഠനങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നതാണ്. ഈ അവശതയെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ടൂളായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ദയനീയത കാണിച്ച് ഒരു തത്വദീക്ഷയുമില്ലാതെ ഭീകരമായിട്ടുള്ള ഫണ്ട് വാങ്ങിച്ച് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന അവരുടെ പ്രസ്ഥാനത്തിന് സ്ഥലവും ഭൂമിയും സ്വത്തുക്കളും ഇതൊക്കെ വാങ്ങിക്കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചു. വേണ്ട പെയിൻ കില്ലർ പോലും ഇല്ലാതെയാണ് ഈ കുഷ്ഠരോഗികളെ തെരുവിൽ നിന്ന് കൊണ്ട് ഇവിടെ ഇട്ടിരുന്നത് എന്നാണ് അന്ന് അവിടെ പോയിട്ടുള്ള ആളുകൾ പോലും ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു. ഒരു യഥാർത്ഥത്തിലുള്ള സേവനം ചെയ്യുകയല്ല, പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു. അത് മതപരിവർത്തനത്തിന് വേണ്ടി അവസാന നിമിഷം ഇവർ മരിക്കുന്ന സമയത്താണെങ്കിലും ക്രിസ്ത്യാനിയാക്കി മരിക്കുക. യാതൊരു ആശ്വാസവും അല്ല. എന്താ ആശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായി മരിച്ചു എന്ന് പറയുന്നൊരു സാധനത്തിൽ ലിസ്റ്റിലേക്ക് പേര് കയറ്റി അവർക്ക് ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ കുഷ്ഠാശ്രമത്തെക്കുറിച്ച് മറ്റാർക്കും അറിയില്ല. കാര്യം വേൾഡ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് ഉള്ളത് ഈ കുഷ്ഠാശ്രമത്തിനാണ്. അത് എൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നേരത്തെ അങ്ങ് ചോദിച്ചൊരു ചോദ്യമാണ് ഈ അക്കാഡമിക് മേഖലകളിൽ. കാരണം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിലും യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഇവിടുത്തെ അക്കാഡമിക് മേഖല വലിയ രീതിയിൽ വൈദേശിക നിയന്ത്രണത്തിലായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് മാറി വരുന്നത്. കാരണം വല്ലാതെ ആഴത്തിലേക്ക് വേര് പോയതൊക്കെ പറിച്ചു മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പുതിയ പ്രബന്ധങ്ങൾ വരുന്നത് പഴയ പ്രബന്ധങ്ങളെ പിൻപറ്റിയിട്ടാണ്. അത് തന്നെ അടിസ്ഥാനപരമായി തെറ്റിയിട്ടും പ്ലാൻഡ് ആയിട്ടുള്ള പ്രൊപ്പഗാൻഡ കയറ്റിയിട്ടുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അതിൻ്റെ പുറത്തൊരു സത്യസന്ധമായ പഠനം പോലും വഴിതെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മേഖലയിൽ ഈ പറഞ്ഞ പോലെ, പക്ഷേ അതായത് സന്യാസിമാരോ ആശ്രമങ്ങളിലോ അവിടെ നമ്മുടെ ഗ്രന്ഥങ്ങളെ ശാസ്ത്ര പദ്ധതിയെ കൃത്യമായിട്ട് പരമ്പരയനുസരിച്ച് പഠിപ്പിച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പുറത്ത് വരുന്ന കാര്യം അവിടെ അറിഞ്ഞൂല്ല. അതായത് സന്യാസി ആശ്രമങ്ങളിൽ നടന്ന പഠനത്തിനും ഈ അക്കാഡമിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ളൊരു ബ്രിഡ്ജിങ് ഉണ്ടായിട്ടില്ല. രണ്ടും പരസ്പര വിരുദ്ധവുമായിരുന്നു. അതായത് ഒന്ന് ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ധർമ്മത്തെ തകർക്കാനാണ് ശ്രമിച്ചത്. ധർമ്മത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ആളുകൾക്കുള്ള റെഫറൻസ് മുഴുവൻ കിട്ടുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളിലാണ്. അതെ, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു അധ്യാപകൻ, അദ്ദേഹം മഹാഭാരതം, അത് ഏറ്റവും തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത ഗ്രന്ഥം ഉപദേശക്രമത്തിൽ മാത്രം പഠിക്കണമെന്ന് ഈ സംസ്കൃതി നിർദ്ദേശിച്ച അപൂർവം ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. അങ്ങനെയുണ്ട്. അതായത് പണ്ട് ഭട്ടവൃത്തി എന്നാണ് പറയുക. ഭട്ടവൃത്തി അത് മഹാഭാരതം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ശരി. അംഗസമന്വിതമായിട്ടുള്ള വേദവും ശാസ്ത്രങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിച്ചു കഴിഞ്ഞവർ മാത്രമേ മഹാഭാരതം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. കാരണം മഹാഭാരതത്തിലെല്ലാം ഉണ്ട്. ധർമ്മമുണ്ട്, അധർമ്മമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അടിത്തറ ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധാരണകളിലേക്കും ആശയക്കുഴപ്പങ്ങളിലേക്കും ഒക്കെ പോകാം. അപ്പം അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യവസ്ഥ ഉണ്ടായത്. പിൽക്കാലത്ത് ഇതൊക്കെ ജാതിയായിട്ട് മാറുമ്പോൾ ഇത് രസകരമായിട്ട് നിരീക്ഷിച്ചാൽ അറിയാം, ഇന്ത്യയിൽ മുഴുവനുള്ള ഒരു ജാതിയെ കാണുള്ളൂ, അത് ഭട്ടാണ്. ഇവിടെ ഭട്ടതിരിപ്പാട്, ഭട്ടാചാര്യ, ഭട്ട്, അതിതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പുറത്താണെങ്കിൽ പട്ടന്മാർ എന്ന് പറയുന്ന അതെല്ലാം ഇവിടെ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ മാവാരത ഭട്ടകൾ എന്ന് പറയും. മാവാരത ഭട്ടകൾ എന്ന് പറയും. ശരി. മഹാഭാരതം പറയുന്ന നാട്ടുഭാഷയിൽ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്രയും പ്രാമാണികതയോടെ വേണം ഇത് പരിശോധിക്കാൻ. രണ്ടാമത്തെ കാര്യം, ഏത് ഗ്രന്ഥമായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ശാസ്ത്രമായിക്കോട്ടെ അതുണ്ടായ ഭാഷയിൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയാലേ നിങ്ങൾക്ക് വേറൊരാളോട് അത് പറയാനുള്ള അധികാരമുള്ളൂ.
നമ്മുടെ ഇവിടെ ഏത് ഗ്രന്ഥം പഠിക്കാനാണെങ്കിലും അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം ഈ 4 കാര്യത്തിനെ ആധാരമാക്കി മാത്രമേ നോക്കാവൂ. അതായത് വൈദ്യം പറയേണ്ടത്, ആയുർവേദം പറയേണ്ടത് വൈദ്യനായിരിക്കണം. വഴിക്കൂടെ പോണവന് വൈദ്യം പറയാനുള്ള അധികാരമില്ല. അവൻ വൈദ്യം പഠിച്ച് അതിനൊരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് വൈദ്യം പഠിച്ച് വൈദ്യനായി മാറിയതിന് ശേഷം വേണം അദ്ദേഹം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇത് സംസ്കൃതം പോലും അറിയാത്ത ഒരു സെലിബ്രിറ്റി പ്രൊഫസർ ആളുടെ വായനയിൽ നിന്ന് പറയുകയാണ് സംസ്കാരം എന്നുള്ള വാക്കിന് ശബ്ദധാരാവിൽ 2ാമതോ 3ാമതോ പ്രിൻ്റ് ചെയ്ത സമയത്താണ് ഇന്ന് കാണുന്ന കൾച്ചർ എന്ന് പറയുന്ന മീനിങ് വന്നിട്ടുള്ളൂ. ശബ്ദധാരാവിലയുടെ ആദ്യത്തെ എഡിഷനിൽ ശവസംസ്കാരം എന്ന് മാത്രമേ അർത്ഥം കൊടുത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഈ മഹാഭാരതത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 100ഓളം ഇടങ്ങളിൽ കൾച്ചർ എന്നുള്ള അർത്ഥത്തിൽ സംസ്കൃതിയുടെ വാക്ക്, സംസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പുസ്തകം പോലും വായിച്ചു നോക്കാതെയാണ് ഈ ഗിരിപ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രഭാഷണം നടത്തുന്നത് മുഴുവൻ എന്താണോ ഇത് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു അധ്യാപകനായിട്ടുണ്ടായിരുന്ന മാതൃഭൂമിയിലെ ന്യൂസ് എഡിറ്ററുമായിരുന്ന ജ്യോതിർഘോഷ്, അദ്ദേഹം 2ാം ഊഴവും മഹാഭാരതവും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടൊരു കാര്യം പറയുണ്ടായി. അതായത് മഹാഭാരതം ഡിറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ 2ാം ഊഴം അറ്റാച്ച്മെൻ്റാണ്. ധർമ്മം തന്നെയാണ് വിതുരൻ, വിതുരൻ തന്നെയാണ് യുധിഷ്ഠിരൻ എന്ന് പറയുമ്പോൾ പരമ്പരയിൽ പഠിക്കുന്ന ഒരു വലിയ ഗുരുശിഷ്യ പരമ്പര, ഒരു ധർമ്മത്തിൻ്റെ തുടർച്ച കാണുമ്പോൾ MT വാസുദേവന്മാർക്ക് കാണാൻ കഴിയുന്നത് അവിഹിത ബന്ധത്തിൻ്റെ തുടർച്ചയാണ്. കാരണം അവനവൻ ഏത് സംസ്കാരത്തിൽ നിൽക്കുന്നോ അതാണ് കാണുക. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഈ യൂണിവേഴ്സിറ്റി പഠനങ്ങൾക്ക്, ആ പഠനങ്ങളിൽ കൂടെ വരുന്ന ആളുകൾക്കുണ്ട്. ആ ഒരു ബ്രിഡ്ജ് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഗ്രന്ഥം പറയുന്നത് എന്നുള്ളത് ഈ സാമ്പ്രദായികമായിട്ടുള്ള പഠനത്തിനോടൊപ്പം തന്നെ ആധുനിക അക്കാഡമിക് പഠനങ്ങളിൽ ഒരു വിഷയമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ അതിനുള്ള പരിശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വളരെ നാമമാത്രമാണ്, അതിനെ വ്യാപിപ്പിക്കേണ്ടതുണ്ട്.